Online job. Online job. Online job. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഗൗരവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വെറുതെ ഗൗരവം എന്ന് പറയുന്നതല്ല, കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പോയി ചാടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ മാത്രമല്ല, അല്ലാത്ത സാഹചര്യങ്ങളിലും വീട്ടമ്മമാർക്കായാലും വീട്ടിൽ വെറുതെ പണിയൊന്നും ഇല്ലായിരിക്കുന്നവർക്കും ഓൺലൈൻ വഴി പൈസ ഉണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് എല്ലാവരും തിരക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ എത്തി നിൽക്കുന്ന മെയിനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് ക്യാപ്ച ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ. ആ ഏരിയ എന്ന് പറയുന്നത്, ഈ ക്യാപ്ച എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ക്യാപ്ച ടൈപ്പിംഗ് ചെയ്യുന്നതിലുള്ള എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു മൂന്ന് മെയിൻ പ്രശ്നങ്ങൾ ഞാൻ ഇതിനകത്ത് പോയിന്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷവും ഈ ക്യാപ്ച ടൈപ്പിംഗ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപ്ച ടൈപ്പിംഗ് ചെയ്യത്തില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതുമല്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ ചാനലൊരു പുതിയൊരു ചാനലാണ്. കുറേ ടിപ്സും ട്രിക്സും പിന്നെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ശ്രദ്ധിക്കേണ്ട, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്യാപ്ച ടൈപ്പിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്യാപ്ച ടൈപ്പിംഗ് എന്തെന്നാണ്. അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. ബോട്ട് സർവീസും ക്യാപ്ച സർവീസും അതായത് ഇത്ര ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത്, നമ്മളൊരു റോബോട്ടില്ലേ, റോബോട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഈ ഓൺലൈൻ കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരാൾ ഇമെയിൽ ID കുത്തിയിരുന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കില്ലേ. പക്ഷേ ഈ ബോട്ട് സർവീസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഹാക്കേഴ്സിനും സ്പാമേഴ്സിനും ഒക്കെ അവരൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് 1000-2000 മെയിൽ IDs ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് മറ്റുള്ള കമ്പനികൾക്ക് വിറ്റ് ആ കമ്പനികൾ നമുക്ക് സ്പാം മെസ്സേജുകൾ അയച്ച് അവരുടെ പരസ്യങ്ങൾ അയച്ച് അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ലാതെ ഒരുപാട് ഹാക്കിംഗ് പരിപാടികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്ച എന്ന് പറയുന്ന സംഭവം മെയിൽ IDs ഉൾപ്പെടെ എല്ലാ കമ്പനികളും, ഒരുവിധപ്പെട്ട നല്ല നല്ല കമ്പനികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ക്യാപ്ച എന്ന് പറയുന്നത് ഒരു പിക്ചറാണ്. പിക്ചറിൽ വന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് ആയിരിക്കും. അതൊരിക്കലും ഒരു ഇതുപോലുള്ള ബോട്ട് സർവീസുകൾക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾക്കോ ഒന്നും മനസ്സിലാകത്തില്ല. അത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്, മനുഷ്യന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, മനുഷ്യൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തട വന്നപ്പോഴത്തേക്ക് ഇതുപോലുള്ള സ്പാം ടീമുകൾ കൊണ്ടുവന്നൊരു പരിപാടിയാണ് ഈ ക്യാപ്ച ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെറുതെ ഇരിക്കുന്നവർക്ക് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എന്താണ് നേട്ടം? നമ്മളെപ്പോഴും ഓൺലൈനിലൊരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് ആ ജോലി നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ജോലി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് അവർക്ക് വരുമാനം വരുന്നത്, എങ്ങനെയാണ് നമുക്കതിൽ നിന്നൊരു വരുമാനം തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, അവർ ഇതുപോലെ നിങ്ങളെ കൊണ്ട്, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുൾപ്പെടെയുള്ള ഇത് അറിയാതെ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് അവർ ക്യാപ്ച ടൈപ്പ് ചെയ്യിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓൺലൈൻ സൈറ്റിൽ ഇതേപോലെ ക്യാപ്ച ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രി വരെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ക്യാപ്ച എന്ന് പറയുന്ന സംഭവം നേരെ അവരുടെ പ്രോക്സി സെർവറൊക്കെ വഴി അവരുടെ ക്യാപ്ച സെർവറിലോട്ടൊക്കെ എത്തിയിട്ട് അത് നിങ്ങളുടെ അടുത്ത് കാണിക്കും. അപ്പോൾ ഒരു സമയത്ത് ഒരുപാട് പേര് ചിലപ്പോൾ ഇപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, അവർ ലൈവായിട്ട് ഈ ക്യാപ്ച അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ക്ലിയർ ചെയ്ത ആ ഡാറ്റ നേരെ ഈ മെയിലിൽ എവിടെയാണോ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ ഈ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഒരു ലീഗലായിട്ടുള്ള ഒരാളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ആ മെയിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ക്യാപ്ച സർവീസിനെ നമ്മൾ യഥാർത്ഥത്തിൽ ഹാക്ക് ചെയ്യാൻ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ അതിന് നിങ്ങൾ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഒന്നാമത്തെ റീസൺ, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഹാക്കേഴ്സിനെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ സ്പാമേഴ്സിനെ നിങ്ങൾ സഹായിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്താണ്? രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപ്ച ടൈപ്പ് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു തോതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 1000 ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 250 ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വയ്ക്കട്ടെ. അതൊക്കെ വലിയ പാടാണ്, എന്നാലും നിങ്ങൾക്ക് സാധിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് കിട്ടുന്നത് ഈ 250 4 മണിക്കൂറാകുമ്പോൾ ഒരു 1000 ആയെന്ന് വയ്ക്കുക. ഈ 4 മണിക്കൂർ നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ, കറണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സമയം, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം
ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് $1 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 100 രൂപയ്ക്ക് അകത്തുള്ള നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 100 രൂപയ്ക്കകത്തുള്ള പേയ്മെൻറ്റ് അതായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ കുറേ നേരം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ട് എന്തായാലും നിങ്ങൾ എനിക്കിത് വയ്യാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു നല്ലൊരു ശതമാനവും ക്യാപ്ച ടൈപ്പേഴ്സ് അറിയാമല്ലോ, നമ്മൾ സ്പാമേഴ്സാണ് ഇതിൻ്റെ പുറകിലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുമെന്ന് നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഇതിൽ ഈ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാരണമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല സാഹചര്യത്തിലും പേയ്മെൻറ്റ് തരാതിരിക്കും. അത് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ജെന്യുവനായിട്ടുള്ള ഒരു സൈറ്റ് കണ്ടെത്തി അവിടെ എത്തുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 1600 ക്യാപ്ചയൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ പൈസയൊക്കെ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ, $5 ആയിക്കഴിഞ്ഞാൽ പിൻവലിക്കാൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാലും ഈ $5 നിങ്ങൾ എത്താൻ എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത്രയും പാടുണ്ട് ആ സംഭവത്തിന്. അപ്പോൾ നിങ്ങൾ കുത്തിയിരുന്നൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കിട്ടിയേക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് വാല്യുബിൾ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഓൺലൈനിൽ മറ്റ് ഒരുപാട് സോഴ്സുകൾ നമുക്ക് പൈസ ഇതിനേക്കാൾ നല്ല രീതിയിൽ ലീഗലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറേ വഴികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ ക്വയറീസിനനുസരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഏതാണ് നല്ലത്, ഏതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വഴിയെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങൾ, ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ആലോചിക്കുക. ഈ ഒരു ജോലിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഓൺലൈനിൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാം എന്നും പറഞ്ഞിട്ട് ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അവർക്ക് അതുവഴിയുള്ള നേട്ടം, അതിൽ നിന്ന് എന്താണ് നമുക്ക് തരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേരെ ഇതേപോലെ ഇവർക്ക് വലയിട്ട് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അതിന് നിന്ന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ വരുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയറും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക.